എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു ഗുണവുമില്ല, ഒരു ഉപകാരമില്ല. ഞാൻ ഇത്രയും കാശ് മുടക്കി ഈ പ്ലാൻ നഴ്സറി തുടങ്ങി, എന്തോരം പണികളാണ് അവിടെ കിടക്കുന്നത്. അവള് തിരിഞ്ഞിട്ട് നോക്കൂല. ഇന്ന് ഞാൻ എഴുന്നേക്കണേക്ക് മുമ്പ് അവള് കൂട്ടുകാരനെ കാണാനെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ്. നിങ്ങൾ പറ്റേ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എപ്പോ? ഞാനിപ്പോ പോയി വന്നതേ ഉള്ളൂ. അല്ല, ഇപ്പൊ വിസിറ്റേഴ്സ് ഉണ്ട്. കുഴപ്പമില്ല. ഇതാരാ ഇത്? ഇല്ല. സുനിതയാണ? മനസ്സിലായി. സുനിതക്ക് ഇത്രയും ഹൈറ്റ് ഇല്ല. ഇല്ല, ബാക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് രേഷ്മയാണെന്നാണ്. രേഷ്മ തന്നെയാണ്. കള്ളി, എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി തിരിഞ്ഞു നിക്കണല്ലേ? തരാടാ. അതെ രേഷ്മേ, അപ്പൊ എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വന്നത്. അതെ, കൂടുതലേറെ ഇവിടെ നിൽക്കണ്ട. എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു കുടലാണ്, പുറത്തു പോയേക്കാണ്. അവള് വന്ന് കണ്ടു കഴിഞ്ഞാലല്ല പിന്നെ അത് മതി ഇന്നത്തേക്ക്. അല്ലെങ്കിൽ വേണ്ട, എന്റെ ചക്കര ഇവിടെ നിന്നോ. അവള് വരുമ്പോ ഞാൻ പറയാ ചെടി മേടിക്കാൻ വന്നേക്കണ കസ്റ്റമറാന്ന്. നീയായിരുന്നത്? അല്ല, നീ ഒരു അലമ്പ് സാരി ഉടുത്ത് മുടി കെട്ടാതെ ഇങ്ങനെ തേരാപ്പാര നടക്കണ പെണ്ണ്, നീ എന്താണ് ഈ കോലത്തില്? അതിന്റെ മറുപടി ഞാൻ പിന്നെ പറയാം. ഈ രേഷ്മ ആരാ? ഏത് രേഷ്മ? അല്ല, ഇപ്പൊ പറഞ്ഞ രേഷ്മ. അത് ചെടി മേടിക്കാൻ വന്ന കസ്റ്റമർ. എന്ത് ചെടി? അല്ല, ചെടി മേടിക്കാന്ന് വരാന്ന് പറഞ്ഞിട്ടുള്ളൂ, വന്നിട്ടില്ല. എപ്പോ വരും? വരും. കോളിംഗ് ഫ്ലവർ. കോളിംഗ് ഫ്ലവറോ? കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്ലവർ മേടിക്കാൻ വരുമെന്ന്. അതാണ് പറഞ്ഞത്. നിങ്ങൾ കടന്ന് ഉരുണ്ടതൊക്കെ മതി. നിനക്ക് ഇപ്പോഴും എന്നെ സംശയമാണോ? എടി, നിനക്കറിയാമോ, ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാറില്ല. അതെനിക്കറിയാലോ, നിങ്ങൾ മുഖത്ത് നോക്കാറില്ലെന്ന്. അതുകൊണ്ടാണല്ലോ രേഷ്മയുടെ ബാക്ക് കണ്ടപ്പോ മനസ്സിലായത്. നീ അത് കള. ഇത് കണ്ട, ഈ ചെടികളുടെ ഇടയിൽ എന്തോരം കളയാണ്. നീ അതങ്ങ് പറിച്ച് കള. നിങ്ങൾ ആദ്യം എന്റെ മെക്കെട്ട് കേറുന്നത് കള, എന്നിട്ട് ഈ കൈക്കോട്ടെടുത്ത് കേള. അങ്ങനെ ഈ കളകളെല്ലാം പറിച്ച് കള. കേളവാ. എന്റെ സായമ്പള്ളൂരത്തിന്റെ പെങ്ങളെ, നീ ഒന്നും മിണ്ടാതിരിക്കോ, പ്രാസം വിട്ടുകളാ. നീ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി, ഒന്നും പറഞ്ഞില്ല? ഓ, എന്റെ പൊന്നു ചേട്ടാ, ഞാനേ കൊറേ കാലത്തിന് ശേഷമല്ല എന്റെ കൂട്ടുകാരിയെ കാണുന്നേ. അപ്പൊ അവളുടെ മുമ്പിൽ ഒട്ടും നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വേറൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നല്ല മോഡേൺ ഡ്രസ്സൊക്കെ അവളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഷൈൻ ചെയ്ത്. അങ്ങനെ നിന്നെ ഈ രൂപത്തിൽ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കും കാണാൻ പറ്റി. അതുപോട്ടെ, നീ എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ അവിടുത്തെ വിശേഷം? ഓ, എന്റെ പൊന്നെ, അവള് ഹോസ്പിറ്റലിൽ തന്നെയാണോ കിടക്കണേ? എന്റെ പൊന്നെ, എന്തൊരു പത്രാസാണേ ചേട്ടാ. ഒരു 8 കിലോന്റെ പുട്ടി മുഖത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കും ഐലൈനറും മസ്കാരയും. അയ്യോ, എന്തൊരു ചാടയാണേ. പിന്നുണ്ടല്ലോ, അവളുടെ കാതില് 2 കമ്മല് കിടക്കുന്നുണ്ട്, ജിമിക്ക്. അതിന് 108 കല്ല്. ഇതെന്താണ്, വല്ല പരവണി കൊടുക്കണുണ്ടോ? കല്ലിറക്കിയിട്ടേക്കണം. ആ കല്ലല്ല, ഇത് വെറുതെ തന്നെ ആക്കല്ലേ. അതല്ല പറഞ്ഞത്, ഈ കുഞ്ഞാന്ന് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ. എനിക്ക് മനസ്സിലായി. പിന്നുണ്ടല്ലോ, നോക്കിയ കഴുത്തിലെ 2 വരി മണിമാല. അത് ഒരു സൈഡിലാണെങ്കിൽ ഉണ്ടല്ലോ 84 മണി. എന്റെ പൊന്നെ, ആ നേരം കൊണ്ട് നീ അതിന്റെയൊക്കെ എണ്ണ കൊടുത്ത? പിന്നല്ലാണ്ട് ഞാൻ എന്തിനാ പോയെന്ന വിചാരം. പിന്നുണ്ടല്ലോ, പാദസരത്തിന്റെ കാര്യം പറയാ. പാദസരത്തിന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട, അത് പോട്ടെ. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? കൂട്ടുകാരിക്ക് എന്തായിരുന്നു അസുഖം? കൂട്ടുകാരുടെ ചോദിക്കാൻ മറന്നുപോയല്ലേ? എടീ, കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കൂട്ടുകാരുടെ ഡ്രസ്സും കടം വാങ്ങി നീ എന്തിനാണ് പോയത് അങ്ങോട്ട്? ശരിയാണല്ലേ, സാലിപ്പോ വാട്സപ്പിൽ ചോദിച്ചാ പോരെ. അത് കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാൻ പോവാണേ. എന്താ? ഞാൻ ഈ പറമ്പിൽ നിന്ന് പണി എടുക്കുമ്പോ മാത്രം നീ അകത്ത് മ്യൂസിക് പ്രാക്ടീസ് ചെയ്താ? എന്താ ചേട്ടോ? അല്ലെങ്കിൽ നിന്റെ ഈ നിലവിളി കേട്ട് ആരെങ്കിലും വരുമ്പോ ഞാൻ നിന്റെ കൊരക്കന് പിടിച്ചതാണെന്ന് കരുതുള്ളൂ. അസൂയക്കാര് വെറുതെ പറയണ. താരോ ചെടി മേടിക്കാൻ വരുന്നുണ്ട്. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. നമസ്കാരം. നമസ്കാരം. ഞാൻ സുഭാഷ്, ചെടി മേടിക്കാൻ വേണ്ടി വന്നാണ്. സഭാഷ് അല്ല, സുഭാഷ് പേര്. മനസ്സിലായി, സുഭാഷ് എന്നല്ലേ പേര്? അതെ. ചെടി മേടിക്കാൻ വന്നു എന്ന് കേട്ട സന്തോഷത്തിൽ ഞാൻ പറഞ്ഞതാണ് സഭാഷ് എന്ന്. സുഭാഷ് എന്ത് ചെയ്യുന്നു? ഞാൻ MA കഴിഞ്ഞു. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ MD ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങളാണോ ഈ MD MA? അല്ല, അതെന്റെ അനിയൻ. ഫുൾ MD MA ആണ്. ഞാനതല്ല. അല്ല, നിങ്ങൾ സപ്ലൈകോയിൽ പോയിട്ട് വരുന്ന വഴിയാണോ?
അതെങ്ങനെ മനസ്സിലായി ഇത്ര കൃത്യമായിട്ട്? അത് കാലിസച്ച് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ സപ്ലൈകോയിൽ നിന്ന് പോയി വരുന്നതാണെന്ന്. സബാഷ്. അതെ, ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്ന. ധൈര്യമായിട്ട് സംശയം ചോദിക്കൂ. നിങ്ങളിവിടെ സാധനങ്ങളൊക്കെ നട്ടു വളർത്തുന്നുണ്ട്. പിന്നെ ഇത് മൊത്തം എന്റെ അല്ലേ. ഈ മാങ്ങ പറിക്കാൻ നല്ല സമയത. മാങ്ങ പറിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാവിന്റെ ഉടമസ്ഥൻ പുറത്തു പോകുമ്പോൾ, അല്ലെങ്കിൽ അയാൾ കിടന്നുറങ്ങുമ്പോ പറ്റിയ ടൈമാണ്. അതല്ല, എനിക്ക് കൃഷിയാണ്. മാങ്ങയുടെയാണോ? അല്ല, കിഴങ്ങ്. ഇവള് കിഴങ്ങാണെന്ന് എങ്ങനെ മനസ്സിലായി? അതല്ല, എനിക്ക് കിഴങ്ങിന്റെ കൃഷിയാന്ന്. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? പന്നി കൊണ്ടുപോകുന്നു. അപ്പൊ ചേട്ടനാണോ പുള്ളിയുടെ കയ്യിൽ നിന്ന് കിഴങ്ങ് മേടിക്കുന്നേ? അയ്യോ, ഞാനൊരു നമ്പർ അങ്ങനെ അടിച്ചു, അവള് തിരിച്ച് നമ്പർ ഇങ്ങോട്ട് ഇട്ടു. വരവ് വെച്ചിരിക്കുന്നു സമാസം. അതെ, എനിക്കൊരു പ്രേമമുണ്ട്. അപ്പൊ അവക്ക് എനിക്ക് റോസാപ്പൂ കൊടുക്കണം. അപ്പൊ അതിന് റോസാപ്പൂ. പ്രണയബന്ധിതനാണല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, റോസാപ്പൂ മാത്രം ആക്കണ്ട, നമ്മുടെ ചെമ്പരത്തി പൂ കൊണ്ടുപോയിക്കോളൂ. അത് അറിയില്ലേ? ഇല്ല. ഇവിടെ പ്രണയം തുടങ്ങുന്നത് റോസാപ്പൂവിലാണ്, പ്രണയം അവസാനിപ്പിക്കുന്നത് ചെമ്പരത്തി പൂവിലും. നിങ്ങള് പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്? ഞങ്ങള് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു പരിചയപ്പെട്ടു, അങ്ങനെ പ്രണയത്തിലായി, അങ്ങനെ വിവാഹിതരായ ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ ചെമ്പരത്തി പൂ വെക്കേണ്ട അവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ചെമ്പരത്തി പൂ വെച്ച് നടക്കുവാ. നീ കല്യാണത്തിന് മുമ്പ് ചെമ്പരത്തി പൂ വെക്കാറില്ലേ? വട്ടായിരുന്നു, കല്യാണം കഴിച്ചാൽ വട്ട് മാറുമെന്ന് പറഞ്ഞു. പക്ഷെ അത് മാറിയില്ല, ഇപ്പോഴും ചെമ്പരത്തി പൂ വെക്കുന്നു. അതെ, ചേട്ടൻ എന്നെ സഹായിക്കണം ചേട്ടാ. എങ്ങനെ പറ? ഞാനാ കേശവ മുതലാളിയിലെ വീടില്ലേ, അവിടുത്തെ പണിക്കാരനാ ഞാൻ. അപ്പൊ ആ പണി കളഞ്ഞ് സഹായിക്കണം. അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാ ചേട്ടാ? പണിയെടുത്ത് ആ പുള്ളിക്കാരൻ 5 പൈസ തരാറില്ല ചേട്ടാ. അയ്യോ, എനിക്കങ്ങ് ആരുമില്ല. ആഹാ, വിശക്കുമ്പോ ഭക്ഷണം പോലെ അവര് തരാറില്ല. അയ്യോ, എന്നിട്ട് വിശന്നിട്ട് ഞാൻ 2 ദിവസമായിട്ട് അയാളെ പറമ്പിലെ പുല്ല് തിന്നോണ്ടിരിക്കുക. അറിയോ? കേശവ മുതലാളിക്ക് ഇത്ര ബ്രൂട്ടലാണാ? അതെ 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 അതെ, എനിക്ക് മനുഷ്യത്വമില്ലായ്മയാണ് ഈ സമൂഹത്തിന്റെ പോക്ക്. എങ്ങോട്ടാണ് എനിക്ക് എനിക്കറിയാൻ പാടില്ല. സുഹൃത്തെ, നിങ്ങൾ ടെൻഷൻ ആവണ്ടോ, നിങ്ങൾ കൃത്യ സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. മനുഷ്യത്വമുള്ളവനാ, മനുഷ്യത്വം. വിശപ്പല്ലേ നിങ്ങളുടെ പ്രശ്നം? അതെ സാറേ, ഞാൻ പരിഹാരം കണ്ടിരിക്കും. താങ്ക് യു. സന്തോഷം. ചെല്ലുപോലെ. ഇത് കണ്ടോ, നീ കാണുന്ന ചെടികൾ കണ്ടോ? കണ്ടു സാറേ. ഈ ചെടികളുടെ ഇടയ്ക്ക് എല്ലാം പുല്ല് തഴച്ചു വളരുന്നുണ്ട്. ഇഷ്ടം പോലെ കഴിച്ചോളൂ, എനിക്ക് 10 പൈസ തരണ്ട. അത് ശരി. അതിനിപ്പോ ഏതോ കേശവ മുതലാളി തന്നെയാണ് സാറേ. ചുമ്മാതല്ല, വീട് കാട് കയറി കിടക്ക. അത് ആദ്യം പറിച്ച് വൃത്തിയാക്ക്. വൃത്തികെട്ടവൻ. ഞങ്ങൾ ഓടിക്കിടക്ക് ആജു കൊടുത്ത് മുടക്കിയ മണി പ്ലാന്റ് പറിച്ച് വൃത്തികേടാക്കാൻ. ഇതാണ് ഈ നാട്ടിൽ ഉപകാരം ചെയ്യാൻ പാടില്ല. ഞാനൊരു ഉപകാരം ചെയ്യാൻ പോയപ്പോ നമ്മൾ കുഴപ്പക്കാരനായി. എന്താണ് കാര്യം മനസ്സിലാക്കണം. താൻ അവിടെ ഒരു മുല്ലപ്പ് നട്ടല്ലേ? അത് ഞാൻ മണത്ത് നോക്കിട്ട് ഒരു മണമല്ല ഇന്ന്. എവിടെത്താണ് എടുത്ത് മണത്ത് നോക്കിയത്? മുറ്റത്തുനിന്ന്. മുറ്റത്തെ മുല്ലക്ക് മണമുണ്ടോ? ഇല്ല. അപ്പൊ പറമ്പിലെ മുല്ല എടുത്ത് മണത്ത് നോക്കണം, എന്നാലും മണം കിട്ടുള്ളൂ. മൈ മിസ്റ്റേക്ക്, സോറി. നിങ്ങളുടെ പൂവ് എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്. എനിക്ക് വേണ്ട, നിങ്ങളുടെ പൂവ് വേണ്ട. പിന്നെ ഞാനേ ഓൺലൈനില് നല്ല പൂവിന്റെ പടമുണ്ട്, അത് ഞാൻ ബുക്ക് ചെയ്തോളാം. അങ്ങനെ നിങ്ങളുടെ പൂവ് വേണ്ട. അയ്യോ ചേട്ടാ, ചേട്ടാ വേണ്ട. ഓൺലൈനിലൊന്നും ഫോട്ടോ നോക്കി സെലക്ട് ചെയ്യല്ലേ ചേട്ടാ. സെലക്ട് ചെയ്യല്ലേ, കബളിപ്പിക്കപ്പെടും, ഉറപ്പാ. മാഡം കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? പിന്നെ ഇല്ലേ, ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലെ ഫോട്ടോ നോക്കിട്ട് എടുത്തത്. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോ ജയറാമിനെ കൂട്ടിയിരുന്നായിരുന്നു, ഒറിജിനലി കണ്ടപ്പോ പരാജയറാം. പിന്നെ 8 കുട്ടികളും ഉണ്ടായി. എന്ത് കണ്ണീച്ചോരില്ലാത്തനോടായി? 8 കുട്ടികളോ? പിന്നെ ദേഷ്യം വരില്ലേ? ദേഷ്യം 8 കുട്ടികളുണ്ടാവും. അപ്പൊ സന്തോഷം വന്നാലോ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അറിയാതെ പറഞ്ഞു. സുഹൃത്തെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഞാൻ ദീർഘവീക്ഷണമുള്ള ഒരു ബിസിനസ്സുകാരാണ്. കണ്ടാൽ അറിയാലോ. ഞാൻ ഈ പ്ലാന്റ് തുടങ്ങി, നഴ്സറി തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ വേറൊരു നഴ്സറി സ്കൂൾ തുടങ്ങണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ സുഭാഷേ? സബാഷ്. താങ്ക് യു.